അതിലൊരു വലിയ സഖാവ് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ, എന്റെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ മക്കളെ ഇവിടെ കുട്ടി സഖാക്കളോടൊപ്പം സ്വർണം പൊട്ടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കിട്ടില്ല. കണ്ണൂർ കൂത്തുപറമ്പിൽ വീട്ടിൽ കയറി വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചോടിയ നഗരസഭാ കൗൺസിലർ അറസ്റ്റിൽ. CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ 4ാം വാർഡ് കൗൺസിലർ PP രാജേഷിനെയാണ് പോലീസ് പിടികൂടിയത്. പണ്ട് ഈ സഖാവ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ, വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ, ഉള്ളവൻ ഇല്ലാത്തവൻ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ചേർത്ത് പിടിക്കുന്ന ഒരു എന്താ പറയാ ഒരു അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ് സഖാവ്. ഒരാൾ സഖാവ് എന്ന് വിളിക്കുമ്പോൾ തനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് ഒരു കോൾമയിൽ കൊള്ളുന്നില്ലേ നിങ്ങൾക്ക്? അതായിരുന്നു ഒരു സഖാവിന്റെ ഒരു അർത്ഥം. ആ സഖാവിന്റെ ഊറ്റം കൊണ്ടാണ് അന്ന് അത് നിലനിർത്താൻ വേണ്ടി പലരും തന്റെ വലിപ്പ ചെറുപ്പം ഒന്നുമില്ലാതെ അടികൊള്ളാനും പല എന്താ പറയാ അടിച്ചമർത്തുകൾക്ക് വിധേയനാകാനും അതിനുവേണ്ടി തന്റെ പാർട്ടി അല്ലെങ്കിൽ തന്റെ ലക്ഷ്യം വളർത്താൻ വേണ്ടി നിലകൊണ്ടത്. അടിയൊക്കെ ഇന്നായിരുന്നുണ്ടെങ്കിൽ ഒരു സഹിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്ന് പേടിച്ച് തൂറി ഓടിയനെ ഇന്നായിരുന്നെങ്കിൽ. പക്ഷെ അന്ന് ആ സഖാവിന് ഒരുപാട് അർത്ഥം ഉണ്ടായിരുന്നു. ആ സഖാക്കളുടെ പിൻതലമുറക്കാരും അന്ന് അടികൊണ്ടവർ ചിലരും ഇന്ന് കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ സത്യത്തിൽ സങ്കടമാണ് തോന്നുന്നത്. ഇന്നത്തെ സഖാവിന്റെ അർത്ഥം, മൂത്ത സഖാവിന് വരുന്നത് സഖാവിസം വരുന്നത് ബിരിയാണി ചെമ്പിലും ഈത്തപ്പഴത്തിലും ഡിപ്ലോമാറ്റിക് ഗേറ്റുകളിലൂടെയാണ്. കിലോ കണക്കിനാണ് വരുന്നത്, കിലോ കണക്കിന്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ വരുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ വേറെ ഏതൊക്കെ വഴി വരുന്നുണ്ട്. ഇനി എവിടെ നിന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഭഗവാന്റെ തിരുവാഭരണമായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ വാതിൽപ്പാളികളായിക്കോട്ടെ, അവിടെ ദ്വാരപാലകന്മാരുടെ കുപ്പായമായിക്കോട്ടെ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മച്ചിലെ സീറ്റുകളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, മുഴുവൻ കിലോ കണക്കിന് സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടാണ് അവർ ആ സഖാവിസം നടപ്പിലാക്കുന്നത്. കാരണം അവിടെ ക്ഷേത്രത്തിൽ എന്തിനു സ്വർണം? നമുക്ക് സ്വർണ്ണമില്ലല്ലോ, അപ്പൊ നമുക്ക് വേണം സ്വർണം. ആ സ്വർണം ഒരു തുല്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ അടിച്ചു മാറ്റുന്നത്. അതും പോരാഞ്ഞിട്ട് ഡിപ്ലോമാറ്റിക് ഗേറ്റുകളുടെ വരുന്ന സ്വർണം വേറെ, അങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ കരുവാക്കുന്നത് അത് വേറെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അത് മൂത്ത സഖാക്കളുടെ അവസ്ഥ. എന്നാൽ ഇളയ സഖാക്കളോ, ഏറ്റവും താഴെക്കിടയിലുള്ള സഖാക്കൾ, അവർക്കും വേണ്ടേ ഈ പറഞ്ഞ ഒരു പുണ്യം? ആ പുണ്യം മൂത്ത സഖാക്കൾ താഴെയുള്ള സഖാക്കൾക്ക് കൊടുക്കാത്തത് കൊണ്ടാണോ, അതോ അവരെ അവഗണിക്കുന്നത് കൊണ്ടാണോ? പണ്ടത്തെ ആ ഒരു സഖാവെ വിളിക്കൊരു ഊറ്റം ഇല്ലാത്തത് കൊണ്ടാണോ താഴെയുള്ള സഖാക്കൾക്കും ഈ മൂത്ത സഖാക്കൾക്കും ഒപ്പം എത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന ആഗ്രഹത്തോടുകൂടി ഇതേ സ്വർണം തന്നെ അവർ ഉപയോഗിക്കുന്നത്? സ്വർണം വിട്ടുള്ളൊരു കളിയില്ല, സ്വർണം വിട്ടുള്ള ഒരൊറ്റ കളിയുമില്ല. അതുകൊണ്ടാണ് വഴിയിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന വല്യമ്മയുടെയും അയൽവക്കത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മച്ചിയുടെയും ഒക്കെ സ്വർണം തട്ടിയെടുത്തുകൊണ്ട് ഇവിടുത്തെ കൗൺസിലർ, അതും ഒരു നഗരസഭയുടെ കൗൺസിലറൊക്കെ എടുത്തു ചാടിപ്പോണ ഒരു സഖാവ്. ഖജനാവിൽ പണമില്ല എന്നാണ് പറയുന്നത്. ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ട് മൂത്ത സഖാക്കളുടെ അക്കൗണ്ടിലേക്ക് കോടികൾ എത്താൻ തൽക്കാലം മാർഗമൊന്നുമില്ല. ശമ്പളം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ കള്ളു വിറ്റും അതുപോലെ ലോട്ടറി വിറ്റും ഒക്കെ കുറെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. സംഗതി ശരി തന്നെ. എന്നാലും പിന്നെ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പഴയ സഖാവിസവും ആ തുല്യതയുമൊക്കെ പോയിട്ട് ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സ്വർണം കള്ളക്കടത്തും കൊള്ളക്കടത്തും ഒക്കെ നടത്തുമ്പോൾ ഈ കൊല്ലാനും ചാവാനും നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കും ജീവിക്കണ്ടേ? അവനും മക്കളില്ലേ? അവനും ഈ സ്വർണ്ണ തളികയിൽ ഉണ്ണണ്ടേ? അവനും സ്വർണ്ണ പായയിൽ കിടന്നുറങ്ങണ്ടേ? അപ്പൊ മാല പൊട്ടിക്കല്ലാതെ ഇനിയിപ്പോ ചെമ്പിൽ പൂശിയതിലെങ്കിലും കിടന്നുറങ്ങണമല്ലോ. അതുകൊണ്ടായിരിക്കണം അത് അങ്ങനെ ചെയ്യുന്നത്. കാരണം മാതൃകയാണ്. നേതാക്കൾ ഇവിടെ മാതൃക കാണിച്ചു കൊടുക്കും, വലിയ കൊള്ള മാതൃക കാണിച്ചു കൊടുക്കും. ഈ നേതാക്കന്മാര് കിലോ കണക്കിന് അടിച്ചു മാറ്റുന്നതിനെ കൊള്ള എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ അണികൾ പവൻ കണക്കിന് അടിച്ചു മാറ്റുന്നതിനെ കളവെന്ന് വിളിക്കും. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സഖാവ് എന്നുള്ള അർത്ഥത്തിലുണ്ടല്ലോ ഒരുപാട് വ്യത്യാസമാണ്. ഇന്ന് സഖാവിന്റെ അർത്ഥം ഗുണ്ടകള്, കൊള്ളക്കാരന്മാര്, കള്ളന്മാര്, പിടിച്ചുപറിക്കാര്, അങ്ങനെ ഒരു അർത്ഥം മാറിപ്പോയി. പഴയ സഖാവിൽ നിന്ന് അർത്ഥം മാറിപ്പോയി. അത് ഈ മൂത്ത സഖാക്കൾക്ക് അറിയാം. മൂത്ത സഖാക്കൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ അവരുടെ മക്കളെ ഈ കുട്ടി സഖാക്കളിലേക്ക് കൊണ്ടുവരാത്തത്. അതിലൊരു വലിയ സഖാവ് തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ, എന്റെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ മക്കളെ ഇവിടെ കുട്ടി സഖാക്കളോടൊപ്പം സ്വർണം പൊട്ടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? കിട്ടില്ല. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. കാര്യം ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ കിലോ കണക്കിന് കൊള്ളയടിക്കാൻ പറ്റൂ. അപ്പൊ കൊള്ളക്കാരന് കൂട്ടുപിടിക്കാനുള്ള മക്കളായി ഇവിടെ സഖാക്കളായി, അതായത് ആധുനിക സഖാക്കളായി വളർത്താൻ, ഞങ്ങളുടെ മക്കളെ വളർത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കും, അത് വിദേശത്ത് വെച്ച് പഠിപ്പിക്കും, വിദേശത്ത് വലിയ ശമ്പളത്തിൽ ജോലി കൊടുക്കും, എന്നിട്ട് അവർ അവിടെ സുരക്ഷിതരാക്കും. ഇവിടെ ഇവർക്ക് വേണ്ടി അടികൊള്ളാൻ, തല്ലാനും കൊല്ലാനും ചാകാനും വേണ്ടി ഞങ്ങൾ
കുട്ടി സഖാക്കളെ ഒരുക്കും. ഞങ്ങൾ പിടിച്ചെടുക്കുന്ന, ഞങ്ങൾ അടിച്ചു മാറ്റുന്ന കോടികൾ, അത് ഭഗവാന്റെ കോടികളായാലും ഇനി മറ്റാരുടെ കോടികളായാലും ആ കോടികളിൽ നിന്ന് നാണാപ്പായി ഞങ്ങൾ കൊടുക്കില്ല. അവർക്കുള്ളത് വേണമെങ്കിൽ അവർ എവിടെന്നെങ്കിലും കട്ടെടുത്തോണം. അതൊരു കട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കും. ആരും അറിയാതെ കട്ടെടുക്കേണ്ടത് അവരുടെ മിടുക്ക്. ആധുനിക സഖാക്കൾ എന്ന് പറഞ്ഞാൽ പെണ്ണുപിടിയന്മാര്, അതുപോലെ ക്രിമിനലുകൾ, ഇതൊക്കെയാണ്. എന്നാൽ ഇതിനിടയിലും ചില യഥാർത്ഥ സഖാക്കളുണ്ട്. അവർ വളരെ വേദനയോടെ ആ പഴയ സഖാവിനെ ഓർത്തുകൊണ്ട് വേദനിച്ചിരിക്കുന്നുണ്ട്. ഒരുപാട് സഖാക്കൾ അത്തരക്കാരുണ്ട്. അവർ കാണുന്നുണ്ട് 20-25 വയസ്സിലൊക്കെ അത്താഴ പ്രശ്നക്കാരായി പാർട്ടിയിലേക്ക് കടന്നു വരുന്നവര് കുറെ കാലം കഴിയുമ്പോൾ ഒരു 10-50 വയസ്സൊക്കെ ആകുമ്പോൾ മൾട്ടി മില്യണറായി മാറി ശതകോടീശ്വരന്മാരായി മാറുന്നത്. ഇതെങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കട്ടുമുടിക്കാം, എവിടെ നിന്നൊക്കെ കക്കാം എന്നാണ് ചിന്തിക്കുന്നത്, എവിടെ നിന്നൊക്കെ കൊള്ളയടിക്കാമെന്ന് ചിന്തിക്കുന്നത്. ശബരിമലയിൽ വരുന്ന കോടിക്കണക്കിന് പവൻ സ്വർണം, എത്ര പവൻ ഇതുവരെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. അവിടുത്തെ സ്വർണം എന്തെങ്കിലും ചെയ്തായിട്ട് ഒരു വിവരമില്ല. അവിടെ വിജയമല്യ കൊണ്ടു കൊടുത്തു എന്ന് പറയുന്ന 30 കിലോ സ്വർണം പോലും ഇപ്പൊ അവിടെ ഇല്ല. ചെമ്പായിട്ട് പുറത്തേക്ക് വരുന്നു. ഒരു പോറ്റിയെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് 2 കിലോ അയാൾ പെരടിക്ക് കൊണ്ടുവച്ചു, ബാക്കിയുള്ളത് മുഴുവൻ ആവിയാക്കി കളയുന്നത് കാണുന്നുണ്ട്. ഇനി പോറ്റി എങ്ങാനും വാ തുറക്കുന്നുണ്ടെങ്കിൽ പോറ്റിയെ തീർത്ത് കളയാനും മതി. ഏതായാലും ഇതാണ് നിലവിലെ അവസ്ഥ. സഖാവിന്റെ അർത്ഥതലങ്ങൾ അത്രത്തോളം വളർന്ന് പന്തലിച്ചതിൽ മലയാളിക്ക് അഭിമാനിക്കാം. പുതിയ കാല കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വർണം എന്നാൽ ആർത്തിയായതുകൊണ്ടാണല്ലോ ഈ കളവ് മുഴുവൻ. അതുകൊണ്ടാണ് ചെമ്പിലും അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ ഒക്കെ വരുന്നത്. സ്വപ്ന സുരേഷ് ആയാലും ഇപ്പൊ അവസാനം പോറ്റി ആയാലും ഒക്കെ പ്രതികളായി മാറ്റി നിർത്തപ്പെടുന്നത് അതുകൊണ്ടാണ്. പോറ്റിയുടെ മണ്ടയിൽ ഇതെല്ലാം കൂടെ ചാർത്തി വെക്കാൻ വലിയ ആർത്തി കാണിക്കുന്നുണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളും എല്ലാം. പോറ്റി കട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പങ്ക് പറ്റിയിട്ടുണ്ടാകാം. ഇതൊക്കെ കൊണ്ടുപോയി എവിടെയൊക്കെ പ്രദർശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സംഗതിയൊക്കെ ശരി. പക്ഷെ അതിനേക്കാൾ വലിയ പോറ്റിയെ മറയാക്കൊണ്ട് ചെയ്യുന്ന ആനക്കള്ളന്മാർ മറയ്ക്കപ്പുറത്തിരിക്കുന്നുണ്ട്. അവരും കൂടെ വേണ്ടേ? സമത്വത്തിനും സഹോദരത്തിനും വേണ്ടിയിട്ടായിരിക്കും അന്ന് സൈബർ സഖാവ് പണിയെടുത്തുന്നുണ്ടെങ്കിൽ ഇന്നേ അതേ സമത്വത്തിനും സഹോദരത്തിനും വേണ്ടിയിട്ട്, സൗഹൃദത്തിനും വേണ്ടിയിട്ട് കുട്ടിക്കള്ളന്മാരായി കുട്ടി സഖാക്കളും കൂടെയുണ്ട്. അതാണ് വീട്ടുമുറ്റത്ത് മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ ആ സ്വർണ്ണമാല പൊട്ടിച്ചുകൊണ്ട് ഓടിയിട്ട് അതേ മാല തെരഞ്ഞുകൊണ്ട് അവിടെയൊക്കെ നടന്ന് പോലീസിനെ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നിന്നതും ഇതേ സഖാവ് തന്നെ. ഇടുകയില്ല, കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോകും. കാണുമായിരിക്കുവാ. ഞാൻ ഒറ്റയ്ക്ക് കയറാത്ത ഇപ്പോൾ ഉണ്ടാകിരുന്നിട്ട് കാര്യം വന്നിട്ട് ഇതെന്താ ഹെൽമെറ്റ് ഇട്ട് കയറുന്നെന്ന് പറയുമ്പോഴത്തേക്ക് അവൻ എൻ്റെ കഴുത്ത് പിടിച്ചിന്. പിന്നെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ പോലീസുകാരും മോശമെന്ന് പറയാൻ ഒക്കില്ല. ഈ സഖാഫിസം കയറി പോകാത്ത കുറെ പോലീസുകാരുണ്ട്, നല്ല കുറെ പോലീസുകാരുണ്ട്. ഈ രാഷ്ട്ര സേവനം തന്റെ കർമ്മമാണ്, തന്റെ ധർമ്മമാണ് എന്ന് ചിന്തിക്കുന്ന കുറച്ച് പോലീസുകാർ. അങ്ങനെ ഒരുത്തം നോക്കിയപ്പോഴത്തെ തോന്നില്ല അവനല്ലേ ഇവൻ. CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അവനല്ലേ ഇവൻ എന്നൊരു തോന്നില്ല. അതെ, പൊക്കി 2 ചോദ്യം ചോദിച്ചപ്പോൾ മാണി തത്ത പറയുന്ന പോലെ പറഞ്ഞു, ഞാൻ തന്നെയാണ് പൊക്കിയത്. എന്താണ് ഒരു CPM-ന്റെ ഒരു വാർഡ് കൗൺസിലറാണ്, നഗരസഭയുടെ ഒരു കൗൺസിലറാണ് മാലമോഷണത്തിൽ പൊക്കിയത്. ഒരു മാല, 1-2 പവന്റെ മാലമോഷണം എന്ത് മോഷണമല്ലേ? ഇവിടെ കിലോ കണക്കിന് ഭഗവാന്റെ സ്വർണം കട്ടവര് അത് കൊള്ളക്കാരായി വരസുമ്പോ ഇവിടെ ഞാനൊരു 2 പവന്റെ മാലെങ്കിലും കക്കണ്ടേന്നൊരു സഖാവ് വിചാരിച്ചു കഴിഞ്ഞാൽ അയാളെ തെറ്റു പറയാൻ പറ്റൂലല്ലോ. Different angles. Don't forget to subscribe and support this channel.